ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങളെ ഫോണിൽ എത്ര നെറ്റ് ഇതുവരെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മളെ ഫോണിൽ തന്നെ ഉണ്ട്. ഇത് അറിയാന്നുള്ളവർ കുറേ പേര് കാണുമായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എത്ര നെറ്റ് നമ്മൾ ഇതുവരെ നമ്മളെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളെ ഫോൺ വഴി തന്നെ അറിയാൻ പറ്റും. ചില ഫോണിൽ ഇത് വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസം എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മളെ ഫോണിൽ എത്ര നെറ്റ് ഇതുവരെ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ പാസ്വേഡ് എന്താണ്? അതിൻ്റെ QR കോഡ് എങ്ങനെ എവിടെ കിടക്കുമെന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ തെറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ബേസ്കരി ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലേക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇതുവരെ എത്ര നെറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ പാസ്വേഡ് എന്താണ് അതിൻ്റെ QR കോഡ് എവിടെ കിടക്കും എന്നൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതറിയാന്നുള്ളവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്കാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അറിയാന്നുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം വൈഫൈ അത് മാറിപ്പോയാണ്. വൈഫൈ ഇതേപോലെ ടാപ്പ് ചെയ്യുക. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് വൈഫൈ നെറ്റാണ്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റയാണ്. ഇതിൻ്റെ ഇവിടെ സേവ്ഡ് നെറ്റ് 29 നെറ്റ്സ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പല ഫോണിലും വ്യത്യാസം ഉണ്ടാവും. ചില ഫോണിൽ ഇവിടെ 3 ഡോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക, ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് വിവോ ഫോണാണ്, ഇതിൽ ഈ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇതിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ നെറ്റുകളുടെ പേരും എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നെറ്റ് ഫോർഗറ്റ് അടിക്കാം, വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ആ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഞാൻ ഒരു നെറ്റ് എടുക്കട്ടെ. ഇത് ഇതിൻ്റെ പഴയ നെറ്റാണ്, പുതിയ നെറ്റ് ഇതല്ല. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു പാസ്വേഡ് നോക്കാൻ ആഗ്രഹിക്കുകയാണ്. പാസ്വേഡ് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണും. ചില ഫോണിൽ ഇത് കാണത്തില്ല, പാസ്വേഡ് QR കോഡ് മാത്രമായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ ഫോണിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ലെൻസിൽ പോയതിന് ശേഷം ആ QR കോഡ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് പറ്റിയുള്ള ഫുള്ള് ഡീറ്റെയിൽസും ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങളെ ഫോണിൻ്റെ പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ കണ്ടില്ലേ, ഷെയർ QR കോഡ് എന്നേ ഉള്ളൂ. ബൈജു കെ ഷെയർ QR കോഡ് എന്നേ ഉള്ളൂ. ഇത് പഴയ നെറ്റാണ്, പക്ഷെ പുതിയ നെറ്റിൽ അങ്ങനെയല്ല. ഇവിടെ യൂസേജ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, അറിയുന്നൂടാത്തവർക്കാണ് പറഞ്ഞിരുന്നത്. അറിയാമെന്നുള്ളവർ ഒരു കാര്യം ചെയ്ത് സ്കിപ്പ് ചെയ്ത് വയ്ക്കുള്ളൂ. ഇനി വേറെ ഒരു നെറ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ, പാസ്വേഡ് ഇതൊന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ബൈജു കെയിൽ പാസ്വേഡ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടില്ല. കാരണം ആ നെറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അത് ഇപ്പോൾ വേറെ ആളുടെ കയ്യിലാണ്. അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ നെറ്റിൽ അതിൻ്റെ പാസ്വേഡ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ എത്ര നെറ്റ് കണക്റ്റ് ആയിട്ടുണ്ടെന്നോ അതിൻ്റെ പാസ്വേഡ് വേണമെങ്കിൽ പാസ്വേഡും അറിയാൻ പറ്റും. പിന്നെ കൂട്ടുകാർക്കാണെങ്കിൽ ഷെയർ ചെയ്യാനും പറ്റും. പിന്നെ
അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത സുഹൃത്തുക്കൾക്കാണ് പറഞ്ഞു തന്നത്. അറിയാമെന്നുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് വയ്ക്കുള്ളൂ. അവർക്കും കൂടെ ഒരു ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു തന്നത്. ചില ഫോണിൽ ഇവിടെ 3 ഡോസ് ആയിരിക്കും. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ പേര് കാണില്ല. അവർക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ മനോഹരമായ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ തേടിയെത്താൻ ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നിമിഷത്തിലാണ് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോ ദിവസം നിങ്ങളെ തേടിയെത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം. അതുവരേക്കും ഗുഡ് ബൈ.